ഹലോ ഗൈസ്, ദിസ് ഇസ് വിച്ചു ഫ്രം ഗെയിമിംഗ് ആറ്റ് സ്ട്രൺസ് യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഗെയിമിൻ്റെ ട്രെയിലർ, വലങ്കൈൻ്റെ അനൗൺസ്മെൻറ്റ് ട്രെയിലർ നാളെ വരുന്നുണ്ട്. ഗെയിം പ്ലേ എലമെൻറ്റ്സ് ഉണ്ടാകുന്നതാണ്. ഇതിന് മുന്നേ ഉണ്ടായതുപോലെ പ്രീ റെൻഡഡ് കട്ട് സീൻസ് മാത്രം ഇല്ലാണ്ട് ഒരു ആൽഫ ഗെയിം പ്ലേ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. വലിയ സംഭവമായിട്ടുള്ള ട്രെയിലറൊന്നുമല്ല. ഞാനത് ഇപ്പോൾ ഗെയിം പ്ലേയിൽ ഫുൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ട്രെയിലറിൽ അധികം ഒന്നും എഫേർട്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ആ ട്രെയിലറിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഫൈനലല്ല. അതിൻ്റെ UI ആയാലും ഹെൽത്ത് ബാർ ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക്സ് അൺറിയൽ എഞ്ചിനിൽ കിടക്കുന്നതാണ് അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് മാറ്റും, എന്തായാലും ഫ്യൂച്ചറിൽ അത് മാറ്റും. ഇപ്പം UA ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് തന്നെ അതിനകത്ത് കൈവച്ചാൽ ശരിയാവില്ല. കാരണം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. എൻ്റെ സ്റ്റുഡിയോൻ്റെ പേജ് എന്നെ പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചാലും മതി. ഞാൻ എല്ലാ അപ്ഡേറ്റ്സ് അതിനകത്ത് ഷെയർ ചെയ്യാറുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ജേണി ഉണ്ടല്ലോ, ഈ പ്രൊജക്റ്റ് തുടങ്ങിയ മുതൽ, അതായത് പ്രൊജക്റ്റ് പാന്തർ തുടങ്ങിയത് മുതൽ ഇപ്പോൾ വലങ്കയിൽ എത്തി നിൽക്കുന്നുണ്ടല്ലോ, അതെന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് ഞാൻ പ്രൊജക്റ്റ് ചേഞ്ച് ചെയ്തു എന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കാര്യം, ഞാൻ പ്രൊജക്റ്റ് പാന്തർ ഒരു 2 വർഷം മുന്നേ 2024 മെയ് ജൂലൈ ആ ഒരു സമയത്താണ് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായത്. ആ ട്രെയിലർ ഇപ്പം ഞാൻ റിമൂവ് ചെയ്തു. കാരണം അത് ഭയങ്കര ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ട്രെയിലറായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ചു വരുന്നൊരു ഇതായതുകൊണ്ട് എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷേ പഠിച്ച് ബെറ്റർ ഇപ്പോൾ 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതെനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നാളത്തെ ട്രെയിലറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഒരു ഭയങ്കര പെർഫെക്റ്റായി പീക്കിലായി എന്നല്ല. എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പെരിമെൻ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം വലങ്കൈൻ്റെ കാര്യം നോക്കിയാൽ വലങ്കയും പ്രൊജക്റ്റ് പാന്തറും വേറെ ഗെയിമാണ്. പ്രൊജക്റ്റ് പാന്തർ എന്നുള്ളത് ആ പ്രൊജക്റ്റിനിട്ട പേരാണ്, ഫൈനൽ നെയിമല്ല. അത് പിന്നെ മാറ്റും. ഒരു വർക്കിംഗ് ടൈറ്റിൽ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നൊരു പേരാണ്. അത് പിന്നീട് ആ ഗെയിമിൻ്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആ ഗെയിമിൻ്റെ കോർ ഐഡിയ ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അതൊരു സ്റ്റെൽത്ത് ആക്ഷൻ ഗെയിമാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതിനെക്കാട്ടി ഇങ്ങോട്ട് 1-2 കമ്പനീസിൽ നിന്ന് വന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ, ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഒരു ബാംഗ്ലൂരിലത്തെ 2 കമ്പനി ഒക്കെയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവർ അഡ്വൈസ് ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് എനിക്ക് തന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇതുവരെ ഏത് ഗെയിം ഷിപ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ഒരു ഗെയിം ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഓക്കെ ആയിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ കുറേ ആലോചിച്ച് എന്ത് ചെയ്യാം. കയ്യിൽ ഡെമോ വേർഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് പോവാണ്. ഡെമോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കാൻ നിൽക്കുമ്പോൾ ഓക്കെ ഇത് എനിക്ക് വാലിഡ് ആയിട്ടുള്ള രീതിയിൽ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റെൽത്ത് മെക്കാനിസം ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. അതിനകത്ത് സ്റ്റെൽത്ത് മെക്കാനിസം റിമൂവ് ചെയ്തപ്പം അതിൻ്റെ പ്രോട്ടോടൈപ്പ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ഡോഗ്സ്, സീഫു, ഇപ്പോൾ ആക്സ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഗെയിം വരുന്നില്ലേ, ഇതിന് സിമിലറായിട്ട് ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡാണ് എനിക്ക് സ്റ്റെൽത്ത് റിമൂവ് ചെയ്തപ്പോൾ വന്നത്. പക്ഷേ ഞാൻ പ്രൊജക്റ്റ് പാന്തർ ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു ഗെയിമായിട്ടല്ല. പക്ഷേ ഇത് റിമൂവ് ചെയ്തപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഗെയിം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ബീറ്റം അപ്പ് ഗെയിം ജേണലിൽ വരുന്നൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ആ പ്രോട്ടോടൈപ്പ് ഇമ്പ്രൂവ് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ ആനിമേഷൻസും കാര്യങ്ങളും വർക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് എനിക്കിങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാധനം ഇറക്കിയിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഫസ്റ്റ് ടൈം അല്ലേ പോട്ടെ ക്ഷമിച്ചേക്കാം, അങ്ങനത്തെ രീതിയിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് ഫസ്റ്റ് ടൈം ആയാലും ഇവൻ ഇത്രയും ചെയ്തല്ലോ, ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തല്ലോ എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ് എനിക്കുള്ളത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്ര ടൈം എടുത്ത് ഓരോന്നും ചെയ്യുന്നത്. ഞാനിപ്പോൾ എനിക്കറിയാം, നല്ല ബോധമുണ്ട്. ഞാൻ 2 വർഷമായി അത് അനൗൺസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഒന്ന് പ്ലേബിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. സോ ഇപ്പം നാളെ ഒരു പ്ലേബിളായിട്ടുള്ള ഗെയിം പ്ലേ ഒന്ന് വരുന്നുണ്ട്. 2 മാസത്തിന് ശേഷം ഒരു ഡെമോ ഗെയിം പ്ലേ, വലങ്കൈൻ്റെ ഡെമോ, അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡെമോ വേർഷൻ നിങ്ങൾക്ക് കയ്യിൽ എത്തുന്നതായിരിക്കും. അത് പോപ്കോൺ ഇവൻ്റ് ഈ വർഷം നടക്കുന്നുണ്ട് കൊച്ചിയിൽ വെച്ചിട്ട്. അവിടെ നിന്നായിരിക്കും ഞാൻ വന്ന് കളിച്ചിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആയിരിക്കും ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അവിടെ ഞാൻ ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും സ്റ്റീമിൽ എവിടെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ സ്റ്റോറീൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ പറയാലോ, എനിക്ക് ഈ മിത്ത് റിലേറ്റഡ്, കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, മലയാളം കൾച്ചർ, കേരള കൾച്ചർ, ഇതിനെക്കുറിച്ച് ഗെയിം ഉണ്ടാക്കാനൊന്നും ഒരു താല്പര്യമില്ല. കാരണം എനിക്കത് ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡിലുള്ള ഒരുത്തനാണ് ഞാൻ. അത് മാത്രം ബേസ് ചെയ്തിട്ട് ഒരു മിൽക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എനിക്ക് ഇറക്കാൻ താല്പര്യമില്ല. ഈ പ്രൊജക്റ്റ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻ്റെ മൈൻഡിൽ വെച്ചത് ഒരു റോഗായിട്ടുള്ള ഒരു ഏജൻറ്റിനെ ഒരു 5 വർഷത്തിന് ശേഷം വിളിക്കുന്നു. ഓന് ഫുള്ള് കണക്റ്റഡാണ്. ലാസ്റ്റ് വെറുതെ ഒരു ക്ലീഷ ആയിട്ടുള്ള സ്റ്റോറി എന്നല്ലാണ്ട് ബിൽഡ് ചെയ്യാൻ ക്ലീഷ ആയിട്ടുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
പ്ലെയേഴ്സിനൊരു ഗിൽട്ട് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ, ഭയങ്കര ഡാർക്കായിട്ടുള്ള രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇതാണ് പ്രൊജക്ട് പാന്തറിൻ്റെ കഥ. ഇപ്പം വലങ്കൈൻ്റെ കാര്യം നോക്കിയാൽ, ഈ പ്രൊജക്ട് പാന്തറിന് എനിക്കിപ്പം വലങ്കൈ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടാക്കുമ്പം എനിക്ക് പിന്നെ സ്ക്രാച്ച് നിന്നെല്ലാം ബിൽഡ് ചെയ്യണം. ക്യാരക്ടേഴ്സ്, ആനിമേഷൻസ് എല്ലാം ആ വേൾഡിൻ്റെ ഞാൻ ഉദ്ദേശിച്ച സ്റ്റൈലെല്ലാം ആദ്യം കൊണ്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ അടുത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഒരു 5 വർഷത്തിന് ശേഷം എന്താ പറഞ്ഞാൽ നടക്കുന്നതാണല്ലോ പാന്തർ. അത് കരു ഐലൻഡിൽ നടക്കുക. കരു ഐലൻഡ് എന്ന് പറയുന്നത് ഒരു 3 ഇന്ത്യൻ കൾച്ചർ, തമിഴ്, മലയാളം, ഹിന്ദി, ഇത് 3 സംസാരിക്കുന്ന ആൾക്കാർ ഒന്നിച്ചുള്ളൊരു ചെറിയൊരു ഐലൻഡാണെന്ന് വെച്ചോ. ഇന്ത്യ ആണെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ്റെ ഒരു റിപ്പ് ഓഫ് വേർഷനാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി ഫിക്ഷണലായിട്ടുള്ള, അത് ചില കാര്യങ്ങൾ ആക്യുറേറ്റ് റിയൽ ലൈഫിൽ നിന്ന് റെഫറൻസ് എടുക്കുക, ചിലത് ഞാൻ ഫിക്ഷണലായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് റിയൽ ലൈഫിൽ ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ കൺട്രിയിൽ നടക്കുന്നത്. ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് വേറൊരു രീതിയിലുള്ള ഇതിലാണ് ഒരു വേർഷനായിരിക്കും അതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അത് പ്രൊജക്ട് പാന്തറിൽ. വലങ്കയിൽ നോക്കിയാൽ വളരെ കുറച്ച് ഒരു സ്പേസേ നമ്മളിവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ വേറെ ഞാൻ ഗെയിം പ്ലേ കാണിക്കുമ്പോൾ ഞാൻ വിഷ്വലി കാണിച്ചു തരാം അതെന്താ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കുറച്ച് പോർഷൻസ് മാത്രം കേരളത്തിൽ നടക്കുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് 5 വർഷം മുന്നേ, പ്രൊജക്ട് പാന്തറിന് 5 വർഷം മുന്നെയാണ് വലങ്കൈ നടക്കുന്നത്. സെയിം പ്രോട്ടാഗണിസ്റ്റ്, സെയിം ഇത്. പക്ഷേ ആ ഒരു ഏജൻറ്റിൻ്റെ ലാസ്റ്റ് മിഷൻ, ആ റിട്ടയർ ആവുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് മിഷൻ ഇതാണ് എന്ന രീതിയിൽ. അതേപോലെ വലങ്കൈൻ്റെ ക്ലൈമാക്സിൽ വലിയ ക്ലിഫ് ആങ്കർ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത് ഞാൻ അങ്ങനെ 2 പാർട്ടായിട്ട് പ്ലാൻ ചെയ്ത് റിലീസ് ചെയ്യുന്ന ഗെയിമല്ല. അപ്പോൾ അത് കാരണം ഇത് അങ്ങനെ ക്ലിഫ് ആങ്കറെന്നോ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫീലായിരിക്കില്ല. ഓക്കെ, അത് ഒരു ഗെയിം കളിച്ചാൽ അത് അവിടെ തീർന്നു, ഇനി പുതിയൊരു ഗെയിം, അങ്ങനത്തെ ഒരു ഫീലിൽ ആൾക്കാർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലർ ഓക്കെ ഇതിന് ശേഷം നടത്തുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. സോ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വലങ്കൈ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് പ്രോട്ടോടൈപ്പൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷേ ഇത് പോളിഷ് ചെയ്യണം. ഇതെനിക്ക് ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് എനിക്കൊരു ടൈം വേണം. അതിന് എമൗണ്ട് സ്പെൻഡ് ആവും. എല്ലാം ഞാനിപ്പം കയ്യിൽ നിന്ന് എടുത്തിട്ട ക്യാഷ് എന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ വർക്കൊന്നും അത് ഇത് പുറത്തുനിന്നൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. ഹെൽപ്പ് ചെയ്യാൻ എന്താ പറയുക, സെൻറ്റ് അടിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഐ മീൻ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ഈ ഗെയിം ഇപ്പോൾ ഹിറ്റായാൽ ക്രെഡിറ്റ്സ് വെച്ച് എനക്കാണ്. ഫ്ലോപ്പായിട്ട് നീ കിട്ടിയ അയാൾ കയറിയാലും അതും ഞാൻ തന്നെ എടുക്കും. കാരണം കിട്ടുമ്പോൾ മാത്രം എന്നെ ഹെയറിൽ കയറ്റുക, ക്രെഡിറ്റ്സ് കിട്ടുമ്പോൾ വേറെ ആളുകൊണ്ട് പോകുന്നത് വെച്ചാൽ അത് ശരിയാവില്ലല്ലോ. ടീമുണ്ടാവും, എൻ്റെ അടുത്ത് ടീം, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യുന്നില്ല ഈ ഗെയിം. ടീമുണ്ടാവും, ടീമിലുള്ളവരെല്ലാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചായിട്ട്. അപ്പോൾ അതൊക്കെ സമയത്തിനനുസരിച്ച് ഈ ഗെയിം റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കുറച്ചായിട്ട് ചെയ്തേക്കാം. ഇനിയാണ് വലങ്കൈൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കുറച്ചായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോ അപ്ഡേറ്റ്സ് തരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇത് എങ്ങനത്തെ ഒരു ഗെയിമാണെന്നുള്ള രീതിയിൽ. ഓൾസോ ഗെയിം പ്ലേ ഡെമോ വരുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കളറിൻ്റെ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവരുന്നതാണ്, വലങ്കയിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അധികം ഇതിനകത്ത് പ്രതീക്ഷ വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കളറിൻ്റെ മെക്കാനിസം നമുക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫിക്സ് ആയിട്ട് കളർ എന്തായാലും ഉണ്ടാവും. പക്ഷേ മെയിൻ ഒരു കോമ്പാക്റ്റായിട്ട് അത് വരുമെന്ന് നോക്കിയാൽ അത് ഇതിൻ്റെ അകത്ത് ഡൗട്ടാണ്. പ്രൊജക്ട് പാന്തറിൽ ഞാൻ എന്തായാലും കൊണ്ടുവരും. വലങ്കയിൽ അതൊരു മെയിൻ ഇതായിരിക്കില്ല. ഞാൻ മിക്സപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോംബോ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ കുറച്ച് AAA ഗെയിംസിൽ വരാത്ത ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ എനിക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഇത് തുടങ്ങുമ്പോൾ ഒരു 10 ആൾക്കാർ 20 ആൾക്കാർ വെച്ച് തുടങ്ങി അങ്ങനത്തെ ഒരു പ്രൊജക്റ്റൊന്നുമില്ല. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഉണ്ട്. എനിക്ക് ഇതിന് മുന്നത്തെ ജേണി ഞാൻ പറഞ്ഞാൽ അത് വേറെ കോൺട്രവേഴ്സി ആയിപ്പം. അതിനിപ്പം ഞാൻ കുറച്ച് സാഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഞാനിപ്പോൾ കവർ ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചാനൽ തന്നെ ഞാൻ എപ്പോഴെങ്കിലും പറയുമായിരിക്കും എൻ്റെ ഫുൾ ജേണി ഒന്ന് സെൻസർ ചെയ്യാണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് നിങ്ങൾ കാണുന്നത് പോലെയല്ല. പുറത്തുനിന്ന് നിങ്ങൾ വിചാരിക്കും 2 വർഷം മുന്നേ അനൗൺസ് ചെയ്ത് അതിന് മുന്നേ ഈ ഫീൽഡിലുണ്ടായില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാൻ പുറത്ത് റിവീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ 2 വർഷം ഇത്ര ഡിലേ ആയതിനും വേറെ പല പേഴ്സണൽ റീസൺസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരാനും ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാനും കുറച്ച് സമയം വേണ്ടി വന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ളൂ. രാത്രി ഉറക്കമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു 2-3 മണി വരെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഓഫീസ് വർക്ക് കുറേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2-3 മണി വരെ ഇതിൻ്റെ അകത്ത് ഇരിക്കും, ഉറങ്ങും. രാവിലെ 8 മണിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരും. പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ഹെൽത്തിൻ്റെ ഇഷ്യൂസ് അത് വേറെ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ വരെ പോയതേ ഉള്ളൂ. അതിനുള്ള എഫക്ട്സ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്തേ പറ്റൂ ഗെയിം ഇറങ്ങുന്നത് വരെ. ഗെയിം എങ്ങനെയെങ്കിലും ഈ വലങ്ക എങ്ങനെയെങ്കിലും ഇറക്കി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളൊരു പ്രൊജക്റ്റാണ്. അതിനോട്ട് നിങ്ങൾ AAA ടൈറ്റിൽസിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിലിപ്പം വരുന്ന സൺ ഓഫ് തഞ്ചൈ ഇല്ലെങ്കിൽ അൺലീഷ് ദ അവതാറിൻ്റെ കൂടെ ഒന്നും കമ്പയർ ചെയ്യരുത്.
രണ്ടും ഇന്ത്യയിൽ നിന്ന് ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗെയിമാണ്, എൻ്റെത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗെയിമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ ഗെയിമും ഒരേ സ്കെയിലിൽ ഡെവലപ്പ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം അവർക്കൊക്കെ നല്ല വലിയ ബഡ്ജറ്റ് ഉണ്ട്, നല്ല വലിയ ടീമുണ്ട്. AAA ടൈറ്റിൽസിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഈ 2 പ്രൊജക്റ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം അവർക്ക് എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും സജഷൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവുന്നത്. പക്ഷെ ഞാനിവിടെ ഒരു 6-7 വർഷം യൂട്യൂബിൽ കോണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഗെയിംസും കളിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസും പിന്നെ കുറച്ച് കാഷ്വൽ ഗെയിംസ് ക്രിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പ്രൊജക്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിനോട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊജക്റ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ്, ഒരു കമേഴ്ഷ്യലി റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു പ്രൊജക്റ്റാണ്. സോ എന്തായാലും കുറവുകൾ ഉണ്ടാവും, പക്ഷെ അതിന് വേണ്ടിയിട്ടൊരു നിലവാരമില്ലാത്തൊരു സാധനം ഇറക്കിയിട്ട് എനിക്ക് കേരളത്തിൽ നിന്ന് വരുന്നൊരു ഫസ്റ്റ് ആക്ഷൻ ഗെയിം എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പ്രൊജക്റ്റ്, ഫസ്റ്റ് ഗെയിം ഫ്രം കേരള, ഫസ്റ്റ് ഗെയിം ഫ്രം ഇന്ത്യ, ഫസ്റ്റ് AAA ടൈറ്റിൽ, ഫസ്റ്റ് AA ടൈറ്റിൽ, ഫസ്റ്റ് ഇന്ത്യ ഗെയിം, എനിക്ക് ഇങ്ങനെയൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം കഴിഞ്ഞ വർഷം തോന്നുന്നു കുറേ ഗെയിംസ് ഇങ്ങനെ അടുപ്പിച്ചടിച്ച് ഫസ്റ്റ് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് മടുത്ത്. പക്ഷെ എനിക്കിപ്പോൾ വേറെ വഴിയില്ല ട്രാക്ഷൻ കിട്ടാൻ, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ ട്രാക്ഷൻ കിട്ടാൻ, അങ്ങനത്തെ ഒരു ആവശ്യത്തിനെല്ലാം നോക്കുമ്പോൾ കേരളാസ് ഫസ്റ്റ് ആക്ഷൻ ഗെയിം എന്നിട്ടാലേ ഒരു ഇത് കിട്ടുന്നില്ല. എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കിത് ഗെയിം ഇറങ്ങുന്ന ആൾക്കാരുടെ ഇത് അറിയിക്കണം. എനിക്ക് വലിയ ആൾക്കാരൊന്നും അറിയില്ല, എനിക്കിപ്പം വലിയ സെലിബ്രിറ്റീസിനും അങ്ങനെയൊന്നും അറിയില്ല. ഇതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പണ്ട് യൂട്യൂബിൽ, പക്ഷേ ഇപ്പോൾ ആരുടെ അടുത്തൊരു കണക്ഷൻ ഇല്ല. കാരണം എല്ലാവരും ആ സമയത്തൊക്കെ +1 +2 സ്കൂളിൽ പഠിക്കുന്ന അങ്ങനത്തെ സമയത്തുണ്ടായത് എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നിച്ചിട്ടുണ്ടായി. പിന്നെ എല്ലാവരും അവരവർ ജോബ് നോക്കി ഓരോ സിറ്റിയിലോട്ട് മാറി, പിന്നെ ഒരു കണക്ഷനില്ല, കുറേ പേര് യൂട്യൂബ് തന്നെ വിട്ട്. അപ്പം അങ്ങനെയാണുള്ളത്. സോ ഇപ്പം വീഡിയോ ഇപ്പം ഇത്രയും സമയം ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ, ഫുൾ സ്ക്രീനിലിട്ട് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്, എനിക്കറിയാം. ഒന്നെങ്കിൽ ഗെയിം ഇല്ലെങ്കിൽ കളിച്ചുകൊണ്ട് ഇത് കാണുന്നുണ്ടാവും, ഇല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നടന്നുകൊണ്ട് വോയിസ് മാത്രം കേട്ടുകൊണ്ട് പോകുന്നുണ്ടാവും. ഇത്രയും സമയം കണ്ടത് തന്നെ എനിക്ക് വലിയൊരു കാര്യം. കാരണം ഈ വീഡിയോയിൽ വേറെ ഫ്ലാഷ് ആയിട്ടുള്ള എഡിറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ഗെയിം പ്ലാൻ്റെ സിസ്റ്റത്തിൽ ഞാൻ എടുത്തിട്ട് ഈ വോയിസ് ഓവർ പ്ലേ ചെയ്തിട്ട് പോകും. സോ അത് കാരണം ഇത്തിരി സമയം കണ്ട എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് എൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്താ പറയുക, ഞാനൊരു നല്ലൊരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി തരും, അത് ഉറപ്പാണ്. വലിയൊരു ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിനെ മാറ്റാൻ പോകുന്ന ഞാനാണ്, എൻ്റെ പ്രൊജക്റ്റ് മാറ്റും, അങ്ങനത്തെ ഒരു ലക്ഷ്യമോ കാര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് എന്നെപ്പോലുള്ള ഗെയിമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ, ഞാനൊരു ഗെയിം ഞാൻ എങ്ങനത്തെ ഒരു ഗെയിം കളിക്കും, ഇപ്പോൾ സ്റ്റീമിൽ ഒന്ന് ഡെമോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഗെയിം ക്യാഷ് കൊടുത്ത് വാങ്ങും എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം ആലോചിച്ചിട്ടാണ് ഞാൻ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ ഗെയിം വെച്ചിട്ട് ഇന്ത്യൻ ഗെയിം ഡെവലപ്മെൻറ്റ് അടുത്ത സ്റ്റേജിൽ കൊണ്ടുപോകണോ, കേരളത്തിന് നല്ല പേര് വാങ്ങി തരണമെന്നൊന്നുമില്ല. എനിക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഗെയിമേഴ്സിനും ഈക്വലി കളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഗെയിം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മുടെ കൺട്രീന് കുറച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് കുറച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നത്, അങ്ങനത്തെ രീതിയിലുള്ളതിന് എനിക്കൊരു കുഴപ്പമില്ല. കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ട്, അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. അത് സെക്കൻഡറി ആണ്. എനിക്ക് ഫസ്റ്റ് എപ്പോഴും ഫോക്കസ് ഒരു നല്ല ഗെയിം ഉണ്ടാക്കുക. ആ ഗെയിമിലെ മെയിൻ ക്യാരക്ടർ മലയാളിയാണോ, തമിഴനാണോ, ഹിന്ദിക്കാരനാണോ, അല്ലെങ്കിൽ ഫോറിനറാണോ, ഇതൊന്നും എനിക്ക് കാര്യമില്ല. ഇന്ത്യ കാണിച്ചിനോ, കേരളം കാണിച്ചിനോ, ഇതും എനിക്ക് കാര്യമില്ല. എൻ്റെ സ്റ്റോറിക്ക് എന്താ ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച മൂഡ് ഗെയിമിന് കിട്ടുന്ന വരെ ഞാൻ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി ഇതാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. സോ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇതാക്കുന്നെല്ലാം പറഞ്ഞിട്ട്. സോ ഇതിപ്പം ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. എൻ്റെ മെയിൻ അപ്ഡേറ്റ്സ് ഞാൻ ഇതിൻ്റെ അകത്തായിരിക്കും ഇടുന്നത്. വലങ്കൈ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ അകത്തായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ഫോളോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും, ക്യാരക്ടർ സ്കെച്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഗെയിം ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കമ്പാരിസൺ ചെയ്യണം, ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാമെന്ന് നോക്കിയാൽ സ്ലീപ്പിംഗ് ഡോഗ്സിൻ്റെ ഒരു DLC ഉണ്ട്, ഒരു ഐലൻഡ് പോയിട്ട്. എനിക്ക് തോന്നുന്നു പഴയ ബ്രൂസ്ലീൻ്റെ ഒരു പടമുണ്ട്, എൻ്റർ ദ ഡ്രാഗൺ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ അകത്തും ഇതുപോലെ ഐലൻഡിൽ പോയിട്ട് അവിടെ ഒരു ഫൈറ്റിംഗ് ടൂർണമെൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിലുണ്ട്. സോ എൻ്റെ ഗെയിമും നമ്മുടെ വലങ്കയും ഓൾമോസ്റ്റ് ആ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഈ ഒരു ഗെയിം പ്രോട്ടോടൈപ്പ് അതിന് മാച്ച് ആയിട്ടുള്ള പോലെയാണുള്ളത്. ഓൾസോ ഇങ്ങനത്തെ ഒരു ഫൈറ്റിംഗ് ടൂർണമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പം 3D അസറ്റ്സും കാര്യങ്ങളും എനിക്ക് അത്ര ബിൽഡ് ചെയ്യേണ്ട, വേൾഡ് അത്രയും വലുതായിട്ട് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ സമയം ലാഭിക്കാം, പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ള പോലെ റിസോഴ്സ് യൂസ് ചെയ്ത് ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാക്കി ഇറക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്കിപ്പം വേറെ ഗെയിം ഇത്രയും വലുതായിട്ട് കാണിച്ചു, ഇന്ത്യ എന്ന് പറഞ്ഞ വേറെ ഗെയിം തന്നെ ഇത്രയും വലുതായിട്ട് കാണിച്ചു, എനിക്കങ്ങനെ കാണിക്കണം എന്നില്ല, ഇതൊന്നുമില്ല. എൻ്റെ ഒരു വിഷൻ, നിങ്ങൾക്കിത് എന്തായാലും ബാക്കിയുള്ള ഇന്ത്യൻ ഗെയിംസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് തോന്നും. ആണെങ്കിൽ ഇന്ത്യൻ ഗെയിമായിട്ട് തന്നെ തോന്നില്ല, കാരണം ഇതിൻ്റെ വിഷ്വൽസും എല്ലാം യുണീക്കായിട്ടുള്ള രീതിയിലാണ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് ബാക്കിയുള്ള ഗെയിംസിനെക്കാട്ടി ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് ഇത് വരുമെന്നല്ല, ഡിഫറെൻ്റ് ആയിട്ട് വരുമെന്ന്.
നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിംസിനെക്കാട്ടി ലോ ക്വാളിറ്റി ആയിട്ടും തോന്നാം. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ഇതിന്ന് ആസ് എ ഡെവലപ്പർ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിലുള്ളൊരു ഗെയിമായിരിക്കും. എന്താ പറയുക, ഒരു ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻസിൻ്റെ എമോഷൻസ് യൂസ് ചെയ്തിട്ട് ഇറങ്ങുന്നൊരു ഗെയിമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല വലങ്കയും പ്രൊജക്ട് പാന്തറും. ഞാനിനി എത്ര ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഫീൽഡിലുണ്ടായിട്ട് ഒരു ഗെയിം ഇറക്കുവാണെങ്കിലും എൻ്റെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ആൾക്കാരുടെ ഈ കൾച്ചറും ലാംഗ്വേജും ഇതൊക്കെ മിൽക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഓൾറെഡി റിലീസായ ഗെയിമിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് ഓക്കെ ഇത് ഈ ഒരു ലെവലുണ്ട്, ഇല്ലെങ്കിൽ ഓക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ, ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ട് ആൾക്കാർക്ക് കളിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരിക്കും എൻ്റെ സ്റ്റുഡിയോൻ്റെ താഴെ വരാൻ പോകുന്നത്. സോ എനിക്ക് നിങ്ങളൊരു സപ്പോർട്ട് എന്തായാലും ഇതിനകത്ത് വേണം. ഞാൻ ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഗെയിം എന്തായാലും പ്രൊമോട്ട് ചെയ്യണം, വിഷ് ലിസ്റ്റ് വേണം, ആൾക്കാർക്ക് അറിയണം. അപ്പോൾ അത് കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഗെയിമിൽ വർക്ക് ചെയ്യുക, ഗെയിം നല്ല ക്വാളിറ്റിയിൽ തരുക. അതേ സമയത്ത് എൻ്റെ ഒരു ചാനലുണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ പണ്ട് മുതലേ ഒരു സില്ലിയായിട്ട് എടുത്തൊരു കാര്യം എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. ഞാൻ മാക്സിമം ഇത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവേണ്ട ഒരു ചാനലാണ്. പക്ഷെ എന്നാൽ ഇടയ്ക്കിങ്ങനെ മടിയായിട്ട് അങ്ങനെ വിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും വീഡിയോസ് ഇനി ഇട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തേ പറ്റൂ. എന്നെ കൊണ്ട് ആരും വന്ന് ചെയ്തു തരാൻ പോകുന്നില്ല. സോ വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് നാളെ ട്രെയിലർ കാണുക. ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഗ്രൂപ്പ്സിലോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇല്ല ഇഷ്ടമായിട്ടില്ല എന്നാണെങ്കിൽ എന്താ ഇഷ്ടപ്പെടാത്ത എന്താ സംഭവം എന്നുള്ളത് കമൻസിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയുന്ന യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് ചോദിച്ച് ഷെയർ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഒരു ഹെൽപ്ഫുള്ളായിട്ടൊന്ന് എല്ലാവർക്കും അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ഇതൊന്ന് ഈ പ്രൊജക്റ്റ് ഒന്ന് അല്ലെങ്കിൽ നല്ലൊരു വൃത്തിക്ക് എനിക്കിത് കൊണ്ടുവന്ന് അടുത്ത പ്രൊജക്ട്സ് നല്ലൊരു ക്വാളിറ്റിയിൽ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായത്. ഇത്രയും സമയം വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. അത് 2H ഇട്ടിട്ടായാലും ശരി 1.5H ഇട്ടിട്ടായാലും ശരി ഫുള്ളിരുന്ന് ഞാൻ പറഞ്ഞത് കേട്ടതിന് എനിക്കൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. സോ താങ്ക്സ്. ഇനി വീഡിയോസ് ഇടാം. ഈ ചാനലിൽ ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്കും എനിക്ക് വേണം, നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വേണം. എന്നാലും എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നല്ലൊരു ഔട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റൂ. സോ പീസ് ഔട്ട്.